എങ്ങനെ ഇത് അറിയപ്പെട്ട് മൈനാണെന്നുള്ളത്? മൈനാണെന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ കൂടെ പിന്നെ വേറെ ആൾക്കാരുണ്ടല്ലോ, കുറെ അവിടെ ഇവിടെ വിളിച്ച ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഒരു രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നാ എൻ്റെ അടുത്ത് വന്നേ. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ കാല് ഇങ്ങനെ പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ സംഭവിച്ചിരിക്കും. എനിക്ക് ആകെ വിരലെല്ലാം കൂടി ഞാൻ ഇരുന്നിടത്ത് തന്നെയായി. അപ്പൊ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാലിലിട്ടത് സാധാരണ ബൂട്ടാണോ സ്നോ ബൂട്ടാണോ? സാധാരണ ബൂട്ടാ. സാധാരണ ബൂട്ട്. ഐസ് ഇല്ലായിരുന്നു. സാധാരണ ബൂട്ട് പൊട്ടി തെറിച്ചു പോയിട്ടുണ്ട്. ബാക്കിൽ മാത്രം ഇവിടെ ഉണ്ട്. കുറച്ച് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് അറിയുന്നില്ല എന്താണെന്നുള്ളത്. ഇത് ചെതറിക്കിടക്കുക. എനിക്ക് പറ്റിയ സംഭവം എനിക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നടക്കാൻ പറ്റില്ല. ഒരടി രണ്ടടി ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. എനിക്ക് എന്റെ മനസ്സിലെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഫയറിംഗ് എന്നെ വരുന്നുണ്ട് എന്നുള്ള. അപ്പൊ അതിന്റെ മുന്നേ ഫയറിംഗ് ഉണ്ടാകുന്ന എപ്പോഴും ഫയറിംഗ് ആണ്. നമ്മളെ ചെവിയിൽ എന്തെങ്കിലും ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ ഫയറിംഗ് ആണെന്ന് തന്നെ തോന്നും. അപ്പൊ നമ്മൾ ഇത് പ്രകാരം ഫയറിംഗ് ആണെന്ന് തന്നെ തോന്നി. അതിനുശേഷം പിന്നെ ഒരു കല്ലിന്റെ ഇടയ്ക്ക് പോയിരുന്നു. അവിടുന്ന് ഒരു സർദാർജി വന്നു. അന്ന് ഒരു കറുത്ത പകടിയൊക്കെ കിട്ടൂലേ, അത് അയാൾ എന്നോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒന്നും സംഭവിച്ചില്ല, അവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ഇവര് വാച്ച് ചെയ്തോണ്ടിരിക്കും. അവരുടെ റേഞ്ചിലാണ് ഇത് പറ്റിയത്. അതെ, അവരുടെ റേഞ്ച്. അവിടെ നമ്മൾ കാണാം, അവരെ മലയെ കാണാം, അവരെ ഇരിക്കുന്നത് കാണാം. ബൈനോക്കുലർ വെച്ച് പാകിസ്ഥാന്റെ പോസ്റ്റ് അവര് നിങ്ങളെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ രക്ഷിക്കാൻ വരുന്ന ആൾക്കാരെ അവര് നോക്കും. അവൻ നോക്കിയിട്ട് അവര് ഫയർ ചെയ്യും. അവര് ഫയർ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെങ്കിലും, അതായത് പാകിസ്ഥാന്റെ നമ്മളെ മലനിരത്ത് അടിയെന്നാണല്ലോ, അവര് മേലെയായിരുന്നു. അവര് മേലെ. നമുക്ക് പിന്നെ രക്ഷയുള്ള സ്ഥലത്തേക്ക് വരണമെങ്കിൽ നമ്മളെ മല കയറി ഭാഗത്തേക്ക് വരണം. ബാക്ക് സൈഡിലേക്ക് വരണം.